ടെൻഷൻ വരില്ലേ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചിന്നു പറയും. അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. അതിന് കാരണമുണ്ട്. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിഷ സാരംഗിനെ പറ്റിയിട്ടും ബിജു സോപാനത്തിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് പക്ക ഗോസിപ്പുകളാണ്, കുറെ ഇല്ലാത്ത കഥകളും അടിച്ചിറക്കുന്നുണ്ട്. അതായത് ഈ ബിജു സോപാനത്തിനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് കുറെ ആൾക്കാരുടെ പേര് അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. കുറെ ചാനൽസ് വന്ന്, അതായത് ലിറ്ററലി റീച്ചിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, പക്ഷെ കാണിക്കുന്നത് പക്ക പോക്കൃത്തരമാണ്. ഞാൻ ഇന്ന് കണ്ടൊരു തമ്മിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു തരാം. ബാലു വൃത്തികെട്ടവൻ, ഇനി ഒപ്പം അഭിനയിക്കില്ല, തുറന്നടിച്ച് നീലു രംഗത്ത്. ഇങ്ങനെ ഒരു തമ്മിൽ ഇട്ടിട്ട് ഒരു വീഡിയോ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും? ഈ പറയുന്ന നിഷ സാരംഗ് ആയിരിക്കും ബാലുവിന്റെ എതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തതെന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. എനിവേ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ കുറെ കമന്റ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സിനകത്തെല്ലാം പറയണത് ഇപ്പൊ നിലവിൽ ഉപ്പും മുളകിനകത്തും ഈ നിഷ സാരംഗ് അഭിനയിക്കുന്നില്ല. അപ്പൊ അതിനെ ചൊല്ലിയാണ് കുറെ ആൾക്കാർക്ക് ഡൗട്ട് വന്നത്. നിങ്ങൾ ഫ്ലവേഴ്സിന്റെ ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിന്റെ കമന്റ് ബോക്സിനകത്തൊക്കെ ഒരുപാട് പേര് ഈ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നീലുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഈ ഒരു വിഷയങ്ങൾ, അതായത് ഇപ്പൊ നിലവിൽ നടന്ന കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ വന്നതിന് ശേഷം ഈ ബിജു സോപാനത്തിന്റെ ഈ SP ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതായത് ഡ്രസ്സ് മാറുന്ന സമയത്ത് അവർ ആരുടെ വീഡിയോസ് എടുക്കുകയും ഈ പറയുന്ന ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വാർത്ത വന്നുകൊണ്ടിരുന്നത്. നിലവിൽ ആ കേസിന്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടുമില്ല. അപ്പം നമുക്ക് എന്തായാലും ഈ വന്ന ഗോസിപ്പ് വാർത്ത ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ങ്ങൾക്ക് ശേഷം ഉപ്പുമുളക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉപ്പുമുളകിൻ്റെ നെടുന്തൂണാണ് ബാലുവും നീലുവും എന്ന് വേണമെങ്കിൽ പറയാം. ഏറെ നാളുകളായി ഉപ്പുമുളകും സീരിയലിൽ ഇവരുണ്ട്. ഇവരില്ലാത്ത ഒരു എപ്പിസോഡ് പോലുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകിലെ ഒരു നടി ബാലുവിനും ശ്രീകുമാറിനും എതിരെ കേസ് കൊടുത്തത്. ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ നടി കാരവാനിൽ വസ്ത്രം മാറുമ്പോൾ ബാലു അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനുശേഷം ഉപ്പുമുളകിൽ സെറ്റിൽ ആകെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് തനിക്ക് നേരിട്ട പല മോശം പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നീലുവാണ് സ്വരമുയർത്തിയെത്തിയത്. ഇപ്പോഴിതാ മറ്റൊരു നടി കൂടി ഈ പ്രശ്നത്തിന് ശേഷം ബാലുവും നീലുവും തമ്മിൽ ഒരു അകൽച്ച തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധ തെമ്മാടിത്തരമാണ് ഓരോന്ന് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെയും കൂടെ ലൈഫിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലോട്ടായി കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവര് ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? കാര്യം ബാലുവിനെ കുറച്ച് നാളായിട്ട് ഈ പറയുന്ന നീലു ഫോളോ ചെയ്യുന്നില്ല. നീലു അൺഫോളോ ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പൊ അതിന്റെ പേരിലാണ് കുറെ ആൾക്കാർ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ട്, ഇനി ഒരു പക്ഷേ കേസ് കൊടുത്തത് ഈ പറയുന്ന നിഷ സാരംഗ് ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ കുറെ കാര്യങ്ങൾ അടിച്ചിറക്കുന്നത്. പക്ഷേ ഇതിന്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, വാർത്ത വന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു പുതുതായി വന്ന ഒരു നടിയാണ് എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നീലു ഒക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയല്ല വാർത്ത വരത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ശരിക്കും ഇതിന്റെ സത്യം എന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി എന്തെങ്കിലും കാലത്ത് അതൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ആലോചിക്കണം, ഈ അടുത്ത് നിഷയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു കല്യാണത്തെ പറ്റിയിട്ട് പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ ഒറ്റയാണ് ജീവിച്ചത്, ഇനി കല്യാണം കഴിക്കണം, ഇനി ഒരു കൂട്ട് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇല്ലാത്ത കഥകൾ പടച്ചു വിടുന്നത് അത്ര ശരിയുള്ള പരിപാടിയായിട്ട് തോന്നുന്നില്ല. കാര്യം ഇവരുടെ പേര് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ട് എല്ലാവർക്കും എന്നും പറഞ്ഞ് തന്തയില്ലാത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നീലു ഇപ്പോൾ ഉപ്പുമുളകും സീരിയലിൽ നിന്നും മാറി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ബാലുവിനെ അൺഫോളോയും ചെയ്ത് ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ. ഏറ്റവും നല്ല സൗഹൃദം രണ്ടുപേരുടെയും കോമ്പിനേഷൻ വീഡിയോസിന് തന്നെ വലിയ രീതിയിലുള്ള ആരാധകരുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ ഇനി എങ്ങനെ ബാലുവുമായി സഹകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. നിഷ സാരംഗ് ഇപ്പോൾ സീരിയലിൽ ഇല്ല. എല്ലാവരുടെയും ചോദ്യവും അതുതന്നെ. ഉപ്പുമുളകും ന്യൂ ഇയർ എപ്പിസോഡിൻ്റെ പ്രൊമോ പോലും വന്നില്ലല്ലോ. നിങ്ങളിനി ഒന്നിച്ചുണ്ടാകില്ലേ? വേർപിരിഞ്ഞോ? സീരിയൽ ഇനി നിർത്തുകയാണോ എന്നെല്ലാം ഉള്ള ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൻ്റെ ആരാധകർ നിഷ സാരംഗിൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി ചോദിക്കുന്നത്. നിലവിലൊരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മറുപക്ഷം എന്താണെന്ന് കേൾക്കാതെ തന്നെ ആ ആളെ എല്ലാവരും കൂടെ ക്രൂശിക്കുക, അതാണ് സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ ഒരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. ഒരു സൈഡ് മാത്രമേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൂ. അത് സത്യമാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. ഇപ്പം ഹേമ കമ്മിറ്റി ഒരു വിഷയം വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്
കുറേ ആൾക്കാർ വന്നിരുന്ന അവർ പിടിപ്പിച്ചു ഇവർ പിടിപ്പിച്ചു എന്ന് വന്ന് പറയുന്നതല്ലാതെ വ്യക്തമായിട്ടുള്ള തെളിവോ തേങ്ങയോ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ആ കേസുകളെല്ലാം മൊത്തത്തിൽ പോവുകയും ചെയ്ത്. അപ്പൊ ഇത്തരത്തിലുള്ളതൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അഥവാ ഇവർ ഈ പറയുന്ന പോലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസത്തിന് മുന്നേ, അതായത് 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഈ നിഷ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്ത് അവർ സംസാരിക്കുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ടെൻഷൻ വരില്ലേ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചിന്നു പറയും അവള് കല്യാണം കഴിച്ച് പോകുന്നില്ല, അവൾ അമ്മ നോക്കിക്കോളാം. അത് ശരി. അങ്ങനെ പറയുമ്പോ അമ്മ സമ്മതിക്കോ? അവള് കല്യാണം കഴിക്കൂല എന്ന് പറയുമ്പോ കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ. ആണ്. പക്ഷെ ഇവര് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവരെ അനുസരിക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. അതിന് കാരണമുണ്ട്. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോ അവര് നമ്മുടെ ഒരു കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണം നമുക്ക് തോന്നി തുടങ്ങും. ഓക്കെ, അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തി ഇത്രയും നാൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇനി ആ ലൈഫിനെ പറ്റിയിട്ട് അങ്ങനെ ചിന്തിച്ചത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇനിയിപ്പം ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്യാം എന്ന് വെച്ചോണ്ട് പേരിലായിരിക്കാം മേ ബി ഇനി ഉപ്പുമുളകം എന്ന് പറയുന്ന അതിനകത്തോട്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി ഇനി കുറച്ച് എപ്പിസോഡിനകത്ത് കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്. മേ ബി ഇനി അതൊക്കെ ആയിരിക്കാം റീസൺസ്. പക്ഷേ ഇങ്ങനെ കഥ അറിയാതെ കുറെ ആൾക്കാർ വന്നിട്ട് ഈ വളച്ചൊടിച്ചിട്ട് ഈ നിഷ സാരംഗിന്റെയൊക്കെ പേര് ഡ്രാഗ് ചെയ്തിടുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാനില്ല. എനിക്കൊരിക്കലും അത് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം അവർ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുമ്പം അവരുടെയും കൂടെ പേര് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള പീഡന കാര്യത്തിൽ കേസുകളിൽ കൊണ്ടുവന്ന് ഇടുന്നതെന്നാണ് ആലോചിക്കുന്നത്. കാര്യം ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് അവർ ബാലുമായിട്ട് ഈ പറയുന്ന രീതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഇടയിൽ തന്നെ തീർക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അത് ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ തമ്മിൽ വെച്ചിട്ട് അവരെയും കൂടെ മോശക്കാരി ആക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇല്ലേ, നമ്മള് ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും ആ ടൈമില്. അത് ശരി ചേച്ചി, മക്കള് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മുടെ മക്കൾക്ക് വേറെ ജനറേഷൻ അല്ലേ. അവരെ പറയും നമ്മള് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഇത്രയും തിരക്കോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഇടവേളകളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. അതില്ലാതെ വരുമ്പോ നമ്മള് ഞാൻ വീട്ടിലാണ് ആകെ വരണത്, വേറെ എവിടെയും പോണില്ലല്ലോ. അപ്പൊ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് അത് ശരിയാ, നമ്മുടെ മൈൻഡ് മാറിപ്പോ. ഞാൻ പറഞ്ഞല്ലോ 50 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എന്നെ ഹാപ്പി ആക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ഹെൽത്തിനെ എനിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്നെ നോക്കണം. ചിഞ്ചുനോട് ഞാൻ വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ചിഞ്ചു എന്തായിരിക്കും നോക്കുക ആ ആളെ കുറിച്ച്? അമ്മേനെ സ്നേഹിക്കുന്ന, അമ്മേനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചോണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചോണ്ടോ എന്ന ആളല്ല. അതാണെങ്കിൽ റിജക്ട് ചെയ്യും, ചിലപ്പോ വഴക്കിടും. അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. അമ്മേനെ നോക്കണം. അത് ശരിയാ. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല. അങ്ങനെ മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും അവരുടെ മക്കൾക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം ദൈവത്തെ ഓർത്ത് ഈ കുട്ടികളെയും കൂടെ മനസ്പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കഴിവതും പടച്ചു വിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം നിനക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വിട്ടിട്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം ആ തമിഴിൽ തന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ സംഭവം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ആ തമിഴിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇനിയിപ്പം ഇനി ആ തമിഴിൽ ഉണ്ടാക്കിയിട്ടെന്ന് കുറേ അമ്മമാർ വന്ന് ഡയലോഗ് അടിക്കരുത്. ഞാൻ ഉണ്ടാക്കിയിട്ടതല്ല, ആ തമിഴിൻ്റെ സ്ക്രീൻഷോട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജു സോപാനമായാലും ഈ ശ്രീകുമാർ ആയാലും എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ധൈര്യമായിട്ട് പറയുക. മിണ്ടാതെ എവിടെങ്കിലും ഒളിച്ചും പാത്തും ചെന്നിരുന്നിട്ട് കേസിന്റെ വഴി പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ മാനക്കേട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സംസാരിക്കുക. അതാണ് വേണ്ടത്. നിവിൻ പോളി ചെയ്ത കണ്ടില്ലേ, ആ കാര്യത്തിനകത്തൊക്കെ നിവിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോഴേ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ആ സംഭവം അവിടെ ക്ലിയർ ചെയ്ത് വിട്ട്. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്ലാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പീഡന കേസുകൾ വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക, വാ ഉറക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഇരുന്നിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.